ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കനത്ത തോൽവിയാണ് കെ മുരളീധരന് ഏൽക്കേണ്ടി വന്നത്. അതും കെ കരുണാകരൻ്റെ സ്വന്തം തട്ടകത്തിൽ. വളരെ ആഘാതമുണ്ടാക്കിയ ഈ തോൽവിയോടെ കെ മുരളീധരൻ എങ്ങോട്ടെന്നുള്ള ചർച്ചകൾ ഉടലെടുത്തു കഴിഞ്ഞു. അതിൻ്റെ തക്ക കാരണം ഉൾക്കൊള്ളുന്ന പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കില്ലെന്നും പൊതുരംഗത്തു നിന്ന് മാറി നിൽക്കാനാണ് തീരുമാനമെന്നും കെ മുരളീധരൻ പറയുകയുണ്ടായി. വടകരയിൽ തന്നെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ താൻ ജയിക്കുമായിരുന്നുവെന്നും കുരുതിക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം വൈകാരികമായാണ് പ്രതികരിച്ചത്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പൊട്ടിത്തെറിക്കുകയായിരുന്നു അദ്ദേഹം. ശക്തമായ ത്രികോണ മത്സരം നടന്നിട്ടും പാർട്ടി നേതൃത്വം കാര്യമായി ഇടപെട്ടില്ലെന്നാണ് മുരളീധരൻ്റെ പരാതി. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ നിരവധി തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തിയതാണ്. LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിനായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രചാരണം നടത്തി. എന്നാൽ തനിക്ക് വേണ്ടി ആരും വന്നില്ലെന്നും മുരളീധരൻ പറയുകയുണ്ടായി. ഇപ്രാവശ്യം വടകരയിൽ പ്രചാരണം ആരംഭിച്ച ശേഷമാണ് മുരളീധരൻ തൃശ്ശൂരിലേക്ക് മാറിയത്. സഹോദരി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കെ കരുണാകരൻ തട്ടകമായ തൃശ്ശൂരിലേക്ക് എത്തിയത്. സിറ്റിംഗ് MP ആയ TN പ്രതാപനെ മാറ്റിയായിരുന്നു മുരളീധരനെ കെട്ടിയിറക്കിയത്. ഇതിൽ തന്നെ TN പ്രതാപന് കടുത്ത അമർഷമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് വേളയിൽ TN പ്രതാപൻ പാലം വലിക്കുമെന്നും ഉറപ്പായിരുന്നു. ഈ പാലം വലിയുടെ ബാക്കി പത്രമാണ് മുരളീധരനെ വീട്ടിലിരുത്താൻ കാരണമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ UDF രാഷ്ട്രീയം കനത്ത പൊട്ടിത്തെറിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പത്മജ വേണുഗോപാൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ BJPയിലേക്ക് എത്തുമെന്ന്. അതേ വഴിയിലാണ് ഇപ്പോൾ കെ മുരളീധരനും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കെ കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ കോൺഗ്രസ് വിടുമായിരുന്നുവെന്നും കെ മുരളീധരൻ മറ്റു പല നേതാക്കളും BJPയിലേക്ക് വരുമെന്നും പത്മജ വേണുഗോപാൽ മുമ്പ് പറയുകയുണ്ടായി. സഹോദരൻ 3 പാർട്ടിയുടെ പ്രസിഡന്റായിരുന്നു. പഴയ കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ BJPയിലുള്ളത്. അതുകൊണ്ട് വലിയ വ്യത്യാസം തോന്നിയിട്ടില്ലെന്നുമാണ് പത്മജ പറയുന്നത്. തൃശ്ശൂരിൽ 2ാം വട്ടം തോറ്റപ്പോൾ തന്നെ കോൺഗ്രസ് വിട്ടു പോകണമെന്ന് തീരുമാനിച്ചിരുന്നു. തോൽപ്പിച്ചതിന് പിന്നിൽ MP വിൻസെന്റ്, TN പ്രതാപൻ എന്നിവരാണെന്നും പത്മജ അന്ന് പറഞ്ഞിരുന്നതാണ്. ഇവരെക്കാൾ വലിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. വല്ലാതെ ചൊറിഞ്ഞാൽ അവരുടെ പേര് പറയേണ്ടി വരുമെന്നും പറഞ്ഞാണ് രൂക്ഷമായ ഭാഷയിൽ അന്ന് പത്മജ പ്രതികരിച്ചത്. കെ കരുണാകരൻ്റെ മകളോട് അവർക്ക് പകയാണുള്ളത്. ചന്ദനക്കുറി തൊടുന്നതിന് കോൺഗ്രസുകാർ എതിർപ്പ് പറഞ്ഞു. കെ സുധാകരൻ മാത്രമാണ് ആത്മാർത്ഥമായി പാർട്ടിയിൽ പെരുമാറിയത്. പാർട്ടി വിടാൻ മടിയില്ലാത്തയാളാണ് കെ മുരളീധരനെന്നും മുരളി മന്ദിരത്തിൽ തൻ്റെയും മുരളീധരൻ്റെയും പേരിലാണെന്നുമാണ് പത്മജ അന്ന് പറഞ്ഞത്. ഇതിന് ചുവട് പിടിച്ചാണ് മുരളീധരൻ ഇപ്പോൾ BJPയിലേക്ക് പോകുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും പരക്കുന്നത്. ഒപ്പം TN പ്രതാപനുമായുള്ള വലിയ അകൽച്ച പാർട്ടിയിൽ വൻ പൊട്ടിത്തെറി ഉണ്ടാക്കിയ ശേഷമായിരിക്കും മുരളീധരൻ പാർട്ടി വിടുക എന്നും സൂചനയുണ്ട്. അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചാൽ BJPയിലേക്ക് എത്താൻ തയ്യാറാണെന്ന് ഇപ്പോൾ തന്നെ മുരളീധരൻ വ്യക്തമാക്കി കഴിഞ്ഞതായി ചില സൂചനകളിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. തോൽവി പുത്തരിയൊന്നുമല്ലാത്ത കെ മുരളീധരനെ പക്ഷേ വേദനിപ്പിച്ചത് കൂടെ നിന്നവർ കാലുവാരിയതാണ്. കാരണം തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി നേരിടുന്നത് കെ മുരളീധരനെ സംബന്ധിച്ച് പുത്തരിയൊന്നുമല്ല. ലോക്സഭ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും കൂടുതൽ തവണ തോറ്റ കോൺഗ്രസ് നേതാവാണ് മുരളീധരൻ. 7 തവണയാണ് അദ്ദേഹം തോറ്റത്. ഏറ്റവും കൂടുതൽ തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടതും മുരളീധരൻ തന്നെയാണ്. 13 തവണയാണ് മുരളീധരൻ മത്സരിച്ചത്. 12 തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച മുൻ മുഖ്യമന്ത്രിമാരായ കെ കരുണാകരനും ഉമ്മൻചാണ്ടിയുമാണ് തൊട്ടു പിന്നിൽ. ഉമ്മൻചാണ്ടി മുഴുവൻ സമയങ്ങളിലും വിജയിച്ചപ്പോൾ കെ കരുണാകരൻ 2 മത്സരങ്ങളിൽ തോൽവിക്ക് വഴങ്ങിയിരുന്നു. മുരളീധരൻ 7 തവണ തോറ്റപ്പോഴും അതിൽ 3 തവണയും 3ാം സ്ഥാനത്തായിരുന്നു. പാർട്ടി മാറി NCPയിലുള്ള സമയത്ത് 2009 വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ MI ഷാനവാസിനെതിരെ മത്സരിച്ചിരുന്നു. എന്നാൽ 1 ലക്ഷം വോട്ടുകൾക്ക് പോലും നേടാനാകാതെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു. CPIയുടെ റഹ്മത്തുള്ളയാണ് രണ്ടാമതെത്തിയത്. 2021 നേമത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴും 3ാം സ്ഥാനമായിരുന്നു മുരളീധരന്. CPMൻ്റെ ശിവൻകുട്ടിക്കും BJPയുടെ കുമ്മനം രാജശേഖരനും പുറകിലായിരുന്നു മുരളി. ഒടുവിൽ ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്കും സുനിൽകുമാറിനും പിന്നിൽ 3ാം സ്ഥാനം മാത്രമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കൂടാതെ 1996 വീരേന്ദ്രകുമാറിനെതിരെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തോൽക്കുകയുണ്ടായി. 1998 തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും VV രാഘവനെതിരെയും തോറ്റു. 2004 KPCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ആന്റണി മന്ത്രിസഭയിൽ അംഗമായ ശേഷം വടക്കാഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട മുരളി AC മൊയ്തീനോട് പരാജയപ്പെടുകയാണുണ്ടായത്. 2006 DIC ടിക്കറ്റിൽ കൊടുവള്ളിയിൽ നിന്നും മത്സരിച്ചെങ്കിലും PTA റഹീമിനോടാണ് അദ്ദേഹം തോറ്റത്.